ബീട്രൂട്ട് റൈസ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇത്രയും സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പാരൻ്റായി വരുമ്പം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതി കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം. അരി പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി തിളക്കാൻ തുടങ്ങുമ്പം അടച്ചു വെച്ച് അരി വേവിച്ചെടുക്കാം. അരി വെന്ത് കഴിയുമ്പം അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.